പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച ഇറാൻ അംബാസഡർ. സംഘർഷ സാഹചര്യത്തിൽ വിശ്വസനീയ പങ്കാളിയായതിൽ നന്ദിയുണ്ട്. ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതിന് സർക്കാരിന് നന്ദിയെന്നും അംബാസഡർ ഡോക്ടർ മുഹമ്മദ് ഫത്താലി അറിയിച്ചു. റഷീദ് ബിൻ മുഹമ്മദ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റഷീദ്, പറയൂ വിവരങ്ങൾ. വിനിഷ, ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാനുമായി കൂടുതൽ നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ അംബാസഡർ ഡോക്ടർ മുഹമ്മദ് ഫത്താലി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഘട്ടങ്ങളിൽ, ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെയും തങ്ങൾക്ക് ഒപ്പം നിന്നതിൽ ഇന്ത്യൻ ജനതയോട് തങ്ങൾ വലിയ നന്ദി പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരും ഇത്തരത്തിൽ നയതന്ത്രപരമായിട്ടുള്ള പല ഇടപെടലുകളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കേന്ദ്ര സർക്കാരിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫത്താലി പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ നടന്നിട്ടുള്ള ചില ചർച്ചകളുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സമാധാനം, അതോടൊപ്പം ഉപരോധത്തിലുള്ള ഇളവ്, യുദ്ധം നടന്ന സാഹചര്യത്തിലെ നഷ്ടപരിഹാരം എന്നിങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വ്യവസ്ഥകളായിക്കൊണ്ട് ഇറാന് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അമേരിക്ക അതിനൊന്നും തന്നെ അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടിയാണ് ഈ ചർച്ച പരാജയപ്പെട്ടു പോയത് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ്, പക്ഷേ അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് അമേരിക്കയാണ്. എപ്പോഴാണ് ചർച്ച വേണ്ടത് എന്നതിലടക്കമുള്ള തീരുമാനം ഇനി അമേരിക്ക കൈക്കൊള്ളണം എന്നുള്ളതാണ് ഇപ്പോൾ അംബാസഡർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകൾക്ക് ഇനിയും തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇറാൻ അംബാസഡർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി, റഷീദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.